നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല ലക്ഷ്യങ്ങളും ജീവിത വിജയവും എന്ന ഒരു ലേഖനത്തെക്കുറിച്ചാണ്. നമസ്കാരം. ഇത് ശരിക്കും താൽപ്പര്യമുള്ളൊരു വിഷയമാണ്. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വേണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ലേഖനം പറയുന്നത് വെറും വിജയമല്ല, ഒരു ആന്തരിക സംതൃപ്തിയാണ് പ്രധാനമെന്നാണ്. അതെ, ആ സംതൃപ്തി അതാണ് കിട്ടേണ്ടത്. അതെ. അപ്പോൾ നല്ല ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ആ ഒരു സംതൃപ്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്നത്, അതൊന്ന് നോക്കാം. ശരി. ലേഖനം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തോടെയാണ്. അതായത്, വിജയത്തിന് മാത്രമല്ല, ജീവിതത്തിലെ സംതൃപ്തിക്കും ലക്ഷ്യങ്ങൾ വേണമെന്നാണ് ലേഖനം ഉറപ്പിച്ചു പറയുന്നത്. ലക്ഷ്യമില്ലാത്ത ജീവിതം അതൊരു ദിശയില്ലാത്ത കപ്പല് പോലെയാണെന്ന്. ശരിയാണ്. കാറ്റടിക്കുന്നിടത്തേക്ക് അങ്ങനെ ഒഴുകിപ്പോകും, എവിടെയെങ്കിലും എത്തും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തണമെന്നില്ല. അതെ, അതാണ് പ്രശ്നം. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, അല്ലേ? ഇപ്പൊ നമ്മുടെ ജീവിതത്തിന് ഒരു ദിശ നൽകുന്നത് എന്താണ്? ആത്യന്തികമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ഈ ദിശാബോധത്തിന്റെ പ്രാധാന്യം ലേഖനം നന്നായി പറയുന്നുണ്ട്. ലക്ഷ്യമില്ലെങ്കിലോ എന്താ സംഭവിക്കുക? നമ്മുടെ ഊർജമൊക്കെ പല വഴിക്കായി പോകും, ചിതറിപ്പോകും. അതെ, ചിതറിപ്പോകും. ഇന്നൊന്നിന് പിന്നാലെ നാളെ മറ്റൊന്നിന്. അതൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ വരും. ഒരു അസംതൃപ്തിയും തോന്നാം. തീർച്ചയായും. പക്ഷെ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിലോ, അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെ പ്രവൃത്തിക്കും ഒരു അർത്ഥം വരും. ശരിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു കാരണം. അതെ. ബുദ്ധിമുട്ടുകൾ വരുമ്പോ അതൊരു പ്രചോദനമാകും മുന്നോട്ടു പോകാൻ. ഒരു വിളക്കുമാടം പോലെ, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. സ്റ്റീഫൻ കവിയുടെ ആ ആശയം ഓർക്കുന്നുണ്ടോ? ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. അതെ, അന്തിമ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. ലേഖനം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത്, അവസാനം നമ്മൾ എങ്ങനെ ഓർക്കപ്പെടണം, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്ത് നേടണമെന്ന് മുൻകൂട്ടി കാണുക. എവിടേക്കാണ് എത്തേണ്ടതെന്നൊരു ധാരണയുണ്ടെങ്കിൽ അപ്പോ വഴി തിരഞ്ഞെടുക്കാൻ എളുപ്പമായി. ഓരോ ചുവടും ആ വഴിക്ക് തന്നെയാണോ എന്ന് നോക്കാലോ. അത് ശരിയാണ്. പക്ഷേ ഈ അന്തിമ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ദിവസേനയുള്ള ചെറിയ കാര്യങ്ങളെ, തീരുമാനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? അത് നല്ല ചോദ്യമാണ്. കാരണം വലിയ ലക്ഷ്യമൊക്കെ മനസ്സിലുണ്ടാവും, പക്ഷേ ദിവസത്തെ തിരക്കിൽ. ശരിയാണ്, ശ്രദ്ധ മാറിപ്പോകാം. ലേഖനം പറയുന്നത് ആ വലിയ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മുൻഗണനകൾ തനിയെ വ്യക്തമാകുമെന്നാണ്. ഓഹോ. ഉദാഹരണത്തിന്, ഇപ്പൊ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്നതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നിരിക്കട്ടെ. അപ്പൊ പെട്ടെന്നൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാനൊരു തോന്നലുണ്ടായാൽ നിയന്ത്രിക്കാൻ പറ്റും. അതെ, കാരണം ആ ചെറിയ തീരുമാനം വലിയ ലക്ഷ്യവുമായി ചേരുന്നില്ല എന്ന് നമുക്കറിയാം. ശരി. അതുപോലെ സമയം എവിടെ ചെലവഴിക്കണം, ഏത് അവസരം എടുക്കണം, ഏത് വേണ്ടെന്ന് വെക്കണം, ഇതിനൊക്കെ ഒരു ഫിൽറ്റർ പോലെ അത് പ്രവർത്തിക്കും. അപ്പൊ ലക്ഷ്യം വേണം, അത് വ്യക്തമായിരിക്കണം. ഇനി ഒരു നല്ല ലക്ഷ്യം അതെങ്ങനെയായിരിക്കണം? എല്ലാ ലക്ഷ്യങ്ങളും ഒരുപോലെ സംതൃപ്തി തരുമോ? അതാണ് ചോദ്യം. ഇല്ല എന്നാണ് ലേഖനം പറയുന്നത്. ഓക്കെ. യഥാർത്ഥ സംതൃപ്തി തരുന്ന ലക്ഷ്യങ്ങൾ അത് നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളുമായി, കോർ വാല്യൂസ്, ചേർന്നു പോകണം. അതെ. നീതി, സ്നേഹം, സത്യസന്ധത, അറിവ്, മറ്റുള്ളവരെ സഹായിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെറുതെ പണമുണ്ടാക്കുക എന്നതാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കാം. പക്ഷെ ആഴത്തിലുള്ള സംതൃപ്തി അത് കിട്ടണമെന്നില്ല. എന്നാൽ പണമുണ്ടാക്കുന്നതിനൊപ്പം അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ, അങ്ങനെ ഒരു ലക്ഷ്യം വരുമ്പോൾ അതിന് കൂടുതൽ അർത്ഥമായി. അതെ, അർത്ഥമുണ്ടാകുന്നു. അപ്പോ ലക്ഷ്യം നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാകണം എന്ന് പറയാം, അല്ലേ? തീർച്ചയായും. ഒരു ഡോക്ടറാകുക എന്ന ലക്ഷ്യം, അതിൽ സേവനം എന്ന മൂല്യം കൂടി വരുമ്പോൾ അതിന് പൂർണ്ണത വരുന്നു. പുസ്തകം എഴുതുമ്പോൾ അറിവ് പങ്കുവയ്ക്കുക എന്നത്, അതെ, ഈ മൂല്യങ്ങളുമായി ചേരുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തന്നെ അത് കൂടുതൽ നല്ല അനുഭവമാകും. ശരിയാണ്. കാരണം നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നൊരു ബോധ്യം വരും. ആത്മാഭിമാനം കൂടും. അതെ, ലക്ഷ്യം നേടുന്നതിൽ മാത്രമല്ല, അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ. ഇനി ഇതിന്റെ പ്രായോഗിക വശം, പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം? ലക്ഷ്യമുണ്ടായാൽ മാത്രം പോരല്ലോ. അതെ, അത് നേടണ്ടേ. ലേഖനം എന്തെങ്കിലും നിർദ്ദേശം തരുന്നുണ്ടോ? ഉണ്ട്. അവസാന ഭാഗത്ത് അതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ലക്ഷ്യം വ്യക്തമാക്കുക, കൃത്യമായി നിർവചിക്കുക. വെറുതെ സന്തോഷമായിരിക്കണമെന്നല്ല. അല്ല, എന്താണ് സന്തോഷം തരുന്നത്, അതിനെന്ത് ചെയ്യണം, അങ്ങനെയൊരു വ്യക്തത. ഓക്കെ. പിന്നെ ഒരു പ്ലാൻ, ഒരു പദ്ധതി വേണം. പ്ലാൻ വേണം. വലിയ ലക്ഷ്യത്തെ ചെറിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിട്ട്
മുറിക്കണം. അതെ, വിഭജിക്കണം. ഈ ചെറിയ ചുവടുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കാരണം വലിയ ലക്ഷ്യം കാണുമ്പോഴൊരു പേടി തോന്നുമല്ലോ. തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനം, ഈ ചെറിയ ചുവടുകൾ. ഉം. ലക്ഷ്യം വലുതാണെങ്കിലും എല്ലാ ദിവസവും അതിലേക്ക് നയിക്കുന്ന ചെറിയ കാര്യങ്ങൾ അത് സ്ഥിരമായി ചെയ്യുക. സ്ഥിരത, കൺസിസ്റ്റൻസി. അതെ. ഇപ്പൊ പുസ്തകം എഴുതണമെങ്കിൽ ദിവസവും ഒരു പേജ്, അതൊരു ചെറിയ ചുവടാണ്. ശരിയാണ്. ഈ സ്ഥിരതയാണ് പതിയെ പതിയെ വലിയ മാറ്റമുണ്ടാക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കരുത്. അരുത്. തുടങ്ങുക, മുന്നോട്ടു പോകുക. തടസ്സങ്ങളൊക്കെ വരും. പ്ലാനിൽ മാറ്റം വേണ്ടിവരും. വരും. പക്ഷേ ലക്ഷ്യബോധത്തോടെയുള്ള ആ സ്ഥിരോത്സാഹം, അതാണ് പ്രധാനം. സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവർക്കേ ശോഭിക്കാൻ പറ്റൂ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടെയാണ് ലേഖനം തീരുന്നത്. വളരെ നല്ലൊരു വിശകലനം. ഈ ലക്ഷ്യങ്ങളെക്കുറിച്ചും അത് ജീവിതത്തിൽ എങ്ങനെ സംതൃപ്തി കൊണ്ടുവരുമെന്നതിനെക്കുറിച്ചുമുള്ള ഈ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് പുതിയ ചിന്തകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വ്യക്തമായ നമ്മുടെ മൂല്യങ്ങളുമായി ചേരുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അതിനായി പ്രവർത്തിക്കാനും ഇതൊരു പ്രചോദനമാകട്ടെ. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചിന്ത കൂടി ഞാൻ പറയാം. പറയൂ. നമ്മൾ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് നേടുന്നത് നമ്മളെ എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കാറുണ്ട്. അതെ. പക്ഷേ ആ നേട്ടങ്ങൾ അത് നമ്മുടെ ചുറ്റുമുള്ളവരെ, കുടുംബത്തെ, സമൂഹത്തെ എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അങ്ങനൊരു തലം കൂടിയുണ്ടോ? ഒരുപക്ഷേ അതും ആ സംതൃപ്തിയുടെ ഒരു ഭാഗമായിരിക്കാം, അല്ലേ? ശരിയാണ്. ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ.